ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണി ആ സോങ് ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പൈനാപ്പിൾ തോട്ടമുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ വന്നേക്കാണ്. അപ്പോൾ അതിനകത്ത് ഇട്ടേക്കുന്ന ഡ്രസ്സ് ഓണത്തിന് ഇവർക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഡ്രസ്സാട്ടോ. യെല്ലോ ടോപ്പും ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ചിങ്ങനെ സീക്വൻസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്കേർട്ട്, പിന്നെ ഒരു ദുപ്പട്ടയും വരുന്ന രീതിയിലുള്ള ഡ്രസ്സാട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ജയലക്ഷ്മിയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഓണത്തിന് ഓണ സെലിബ്രേഷൻ ഉണ്ട് പിള്ളേർക്ക് സ്കൂളിൽ. അപ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ അവർക്ക് കല്യാണിയുടെ ഈ സോങ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ആ ഡ്രസ്സ് ഇട്ടിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിട്ടേക്കണം. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ ഇച്ചിരി ലൂസുണ്ട് രണ്ട് പേർക്കും. അപ്പോൾ അത് ടൈറ്റാക്കിയിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ഡ്രസ്സ് ജസ്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അത് അവിടെ കൊണ്ടുവന്ന് വെക്കുക ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഡോറിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെയും ബാക്ക് നെക്കിൻ്റെ അവിടെയും ഉണ്ട്, ബാക്കത്തെ ആ ബ്ലൗസിൻ്റെ ആ വേസ്റ്റിൻ്റെ അവിടെയും ഉണ്ട് കേട്ടോ. എന്നാലും ഇച്ചിരി ഒരു ലൂസ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മൂത്ത ആളാണെങ്കിൽ അതിൻ്റെ ഇന്നറൊരു പിങ്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു ഡ്രസ്സ് എടുത്തിട്ട് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതന്നെ വേണമെന്ന് പറഞ്ഞാലാണ് ഇതിട്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ചീത്ത പറഞ്ഞു, നമ്മൾ പറഞ്ഞതല്ലാതെ പിങ്കൊക്കെ കാണണു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ മടക്കി ഉള്ളിലേക്ക് വെച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു 4 മണിയൊക്കെ നേരത്താണ്, 4 മണി 4:30 നേരത്താണ് ഷൂട്ട് ചെയ്യാൻ ഈ വീഡിയോ എടുക്കാൻ പോയത് തന്നെ. പക്ഷേ ഇച്ചിരി ഒരു ഇങ്ങനെ പോണ വെയിലുണ്ടല്ലോ, നേരെ ഇങ്ങനെ മുഖത്തേക്ക് അടിച്ചിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ കുഞ്ഞാക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആംഗിളൊക്കെ ഒന്ന് മാറ്റിയൊക്കെ നോക്കി. പക്ഷേ അവിടെ ഒരു സുഖം തോന്നിയില്ല. പക്ഷേ നമ്മളെ ഫോണിൽ ഇങ്ങനെ ഇരുട്ട് കാണിക്കുമല്ലോ, അതിൻ്റെ ആയിരിക്കട്ടെ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടാവുക ഇതിനി വീഡിയോ ശരിക്കും വന്നിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് അവിടെ നിന്നിട്ട് ഡാൻസൊക്കെ കളിക്കണതൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചങ്ങോട്ട് ഒരു ചെറിയൊരു വഴി പോലെയൊക്കെ ഉണ്ട്. ഇതൊരു എസ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ കുറച്ച് ഗ്രീനറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് എടുത്ത് നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഇതെടുത്തു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തു. അതിൽ ചില നേരത്തെ തെറ്റിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണ വീഡിയോ. അത് കേട്ടോന്നു. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അവിടെ വലിയ അങ്ങനെ കുഴപ്പമില്ല. എന്നാലും വെയിലിങ്ങനെ വരുന്നുണ്ട്. എന്നാൽ കുറച്ച് വെയിൽ കുഴപ്പമില്ലാത്തൊരു ഇതിലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഭയങ്കര കാറ്റ്. അവിടെ തീരെ ഇങ്ങനെ ഇതൊന്നുമില്ല, ഭയങ്കര കാറ്റ് ആ ഭാഗത്ത്. പാടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ കാരണം തോന്നുന്നു ഭയങ്കര കാറ്റായിരുന്നു അവിടെ. പിന്നെ ഈ ഡ്രസ്സിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2110 ആന്ന് തോന്നുന്നു. അത്രേ ആ റേഞ്ചിലാണ് കേട്ടോ ഉള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വർത്താണ്. എന്ന് വെച്ചാൽ ഒരു സ്കേർട്ട് അടിക്കാനായിട്ട് നമ്മൾ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും പൈസ വരും. എനിക്കിപ്പോൾ 2 പേർക്കും കൂടി എടുക്കണം. അപ്പോൾ ഒരാൾക്ക് തന്നെ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും സ്കേർട്ടിനൊരു 3-4 മീറ്റർ വേണ്ടി വരും. അതുപോലെ തന്നെ ടോപ്പിനും വേണ്ടി വരും. 3-4 മീറ്റർ അല്ല കേട്ടോ ടോപ്പിന്. പിന്നെ ഷോളും എല്ലാം മെറ്റീരിയലായിട്ട് മേടിക്കുമ്പോൾ പിന്നെ സ്റ്റിച്ചിങ് ചാർജും അതും കൂടി ആകുമ്പോൾ അത്യാവശ്യം റേറ്റ് വരും. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല, 2000 സംതിങ് അല്ലേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു കളറും നല്ലൊരു പാവാടയാണ് കേട്ടോ. പാവാടയുടെ അറ്റത്ത് ബോർഡറായിട്ട് ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഗോൾഡൻ്റെ പട്ടില്ലേ ആ സംഭവം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ഇതിലായ കാരണം അടിഭാഗത്തേക്ക് ഇങ്ങനെ കാണുന്നില്ല. പിന്നെ അതിന് മാച്ചായിട്ടുള്ള ഒരു മാലയും കമ്മലും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് കേട്ടോ. അതൊക്കെ ഇനി സ്കൂളിലത്തെ ഓണ സെലിബ്രേഷൻ ഇടാൻ വേണ്ടി മേടിച്ചതാണ്. യെല്ലോ വളയും മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ മാലയും കമ്മലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഇന്ന് തന്നെ ഇടണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പോൾ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തു. ഇതാട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് പാടമാണ്. അപ്പുറത്ത് അവിടെ നിന്നാണ് തോന്നുന്നുണ്ട് കാറ്റ് വരണേ. അപ്പോൾ ആ സൈഡിൽ നിന്നുള്ളതായ കാരണം അനുകുട്ടിയുടെയും വേണേലും അവളുടെയും മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറക്കുമായിരുന്നു. പറന്ന് ഇങ്ങനെ മുഖമൊന്നും കാണുന്നില്ല ചില സീനിലൊക്കെ വരുമ്പോൾ. എന്നാലും കുഴപ്പമില്ല, ഇവിടെ നിന്നിട്ട് എടുക്കാം നമുക്ക്, വലിയ അങ്ങനെ കുഴപ്പമില്ല. എന്നാലും എനിക്ക് ഇപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് വീഡിയോ അങ്ങനെ നോക്കിയപ്പോൾ ആ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ അവിടെ ചെല്ലാൻ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതിനകത്ത് ഈ ഡ്രസ്സ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കലും പ്രശ്നമൊക്കെ ആയ കാരണം എനിക്കത് ഇടാനായിട്ട് എന്തൊരു സുഖം ഉണ്ടായിരുന്നില്ല. അത് കാരണമാണ് ഇവിടെ നിന്നിട്ടുള്ള ആ പാട്ടിൻ്റെ വീഡിയോ ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടുപേരും ഇപ്പം ഞങ്ങൾ ഷോർട്സ് എടുക്കുമ്പോൾ സെയിം പാട്ട് രണ്ടുപേരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ രണ്ടുപേർക്കും അവരവരുടെ സിംഗിള് വേണമെന്ന് പറയും. അപ്പോൾ ആദ്യം രണ്ടുപേരായിട്ടുള്ളത് കളിക്കും, ജോഡിയായിട്ട് കളിക്കും. അത് കഴിഞ്ഞിട്ട് അനുക്കുട്ടി മാത്രമായിട്ട് കളിക്കും. അത് കഴിഞ്ഞിട്ട് അച്ചു മാത്രമായിട്ട് കളിക്കും. ഈ മൂന്നും ഒരു പാട്ടിനുള്ള 3 എണ്ണം ഉണ്ടാവും എന്തായാലും ഞങ്ങളുടെ ഷോർട്സിൽ. അനുക്കുട്ടിയുടെ ഉണ്ടാവും, അച്ചുവിൻ്റെ ഉണ്ടാവും, പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഉള്ളതാണ്. എന്നാൽ സെയിം പാട്ട് തന്നെയായിരിക്കും, സെയിം ഡാൻസ് തന്നെയായിരിക്കും. കണ്ടോ, ഇതിപ്പോൾ ഇനി അവളുടെ ഒറ്റയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഒറ്റയ്ക്ക് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അച്ചുവിൻ്റെതും എടുത്തിട്ടുണ്ട് കേട്ടോ ഒറ്റയ്ക്ക്. അത് അവൾക്ക് ഞാനത് ഇട്ടിട്ടില്ല. അവൾക്ക് കളിക്കണമെന്ന് ചോദിച്ചപ്പോൾ കളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ കുറച്ചിങ്ങനെ വിശപ്പുള്ള മുഖത്തിൻ്റെ രീതിയിലൊക്കെയാണ് കളിച്ചിട്ടത്. അപ്പോൾ തീരെ ഒരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം അതിന് ഞാൻ ഇട്ടിട്ടില്ല. അവൾക്ക് ഞാൻ വീഡിയോ കാണിച്ച് നോക്കട്ടെ, ഇത് ഇടണോ എന്നിങ്ങനെ നോക്കിയിട്ട് ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച ആ ഷോർട്സ്. വലിയൊരു കാര്യമില്ലാണ്ട് പിന്നെ ആളുടെ ഷാള് സൈഡിൽ കൂടെ അഴിഞ്ഞു പോയി. അപ്പോൾ പിന്നെ കുറേ നേരമായിട്ട് അവിടെ നിൽക്കില്ല. അപ്പോൾ ഈ വെയിലും ഉണ്ട്. അപ്പോൾ അവളെ ക്ഷീണമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കളിച്ചോക്കും എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വരും. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ചുവിൻ്റെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഷോർട്സ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അനുക്കുട്ടിയുടെ കഴിഞ്ഞു. ഇനി അച്ചുവിൻ്റെ എടുക്കാൻ പോകണം. അപ്പോൾ അച്ചു അതെ. അപ്പോൾ സ്ഥലമൊന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി അവളിങ്ങനെ കളിച്ചു. അപ്പോൾ പകുതി ഇങ്ങനെ ഡാൻസ് ആയപ്പോൾ ഷാൾ അവിടെ നിന്ന് വിട്ടു പോന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അനുക്കുട്ടി പറഞ്ഞു, അയ്യമ്മ ഷാൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. പിന്നെ സാരില്ല, ഇനിയിപ്പോൾ നിർത്താമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വീഡിയോ എടുക്കലുണ്ടാവില്ല. അപ്പോൾ കളിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഒരു ഉഷാറില്ലാത്ത മാതിരിയാണ് അവൾ കളിച്ചത്. അപ്പം ചേച്ചി പറയുന്നുണ്ട്, ഒന്ന് ചിരിക്കച്ചു അതൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. എന്നാലും അവസാനം അവൾക്ക് ചിരി വന്നിട്ട് പൊട്ടിച്ചിരിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ ഞങ്ങളുടെ വീഡിയോ എടുക്കൽ ഇങ്ങനെയാണ് കേട്ടോ. ഡിമാൻഡുകളും ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇവരുടെ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം സമയമൊക്കെ നമുക്ക് പോകാറുണ്ട്. ചിലപ്പോൾ കുറേ സമയം എടുക്കും. ചില വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡാൻസൊക്കെ കഴിച്ചാൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.